അത് ചെയ്യാം. അപ്പോൾ എന്താണ് ആവശ്യം വേണമെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ജസ്റ്റ് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് എക്സസൈസ് കാണിക്കാം. എന്തെങ്കിലും ഇഞ്ചുറീസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളൂ. ഓക്കെ, അതൊന്നും മടി പിടിക്കാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കുറച്ച് ബേസിക്കായിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എന്തെങ്കിലും പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ബേസിക്കലി നമ്മളിപ്പോൾ ഇത്ര ഏജിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യം ഒരു നല്ല സ്ട്രെച്ചിങ് എക്സസൈസ്, നമ്മുടെ കോർ ബോഡി സ്ട്രെങ്ത് നല്ല ഇമ്പ്രൂവ് ചെയ്യാം. അതിനുള്ള എക്സസൈസ് പറഞ്ഞു എനിക്ക് തോന്നുന്നു അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു തരേണ്ടത്, ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ബോഡി ഒന്ന് പ്രിപ്പയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചേട്ടൻ ഡംബിൾ വെച്ച് നമ്മൾ എക്സസൈസ് നമ്മൾ സ്ഥിരം ചെയ്യാറുണ്ടാവില്ലായിരിക്കും, ഇപ്പോൾ ചെയ്യേണ്ടായിരിക്കും. അന്നേരം നമ്മൾ എനിക്ക് വഴിക്കൊക്കെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ 8 കിലോയുടെ ഡംബിളൊക്കെ പിടിച്ച് നമുക്ക് ഇഞ്ചറി ഒക്കെ വരുന്നു വരാം. പെട്ടെന്ന് വന്നൊന്നും വരില്ല. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞ പോലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യണം. സ്ട്രെച്ചിങ് ഇപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ്. നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്യണം, മസിൽ റിലാക്സ് ആവും. ഇതൊക്കെ നമുക്ക് എക്സസൈസിൻ്റെ അവസാനമാണ് നമുക്ക് ആവശ്യം. എക്സസൈസ് ചെയ്യണ സമയത്ത് നമുക്ക് അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഡൈനാമിക് സ്ട്രെച്ചിങ് വരും. അതൊരു മൂവ്മെൻറ്റ് വെച്ച് ചെയ്യാം. സെയിം സംഭവം മൂവ്മെൻറ്റ്, ഇത് ഷോൾഡർ സ്ട്രെച്ച് ചെയ്യും. ഒരുവിധം എക്സസൈസുകളൊക്കെ ഇപ്പോൾ ഇത് നമ്മുടെ തൈ മസിലാണ്. തൈസ് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴാണ് നമ്മൾ തൈസ് യൂസ് ചെയ്യണം. നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുമ്പോഴാണ് അത് സ്ട്രെച്ച് ആവുന്നത്. നമ്മളിത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സ്റ്റേഷനറി ആയിട്ട് നമ്മൾ പിടിക്കും. അതേസമയം നമ്മളൊരു മൂവ്മെൻറ്റ് ആഡ് ചെയ്യും. നമ്മൾ ജസ്റ്റ് ചെറിയതായിട്ട് ഇങ്ങനെ വലിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൈനാമിക് സ്ട്രെച്ച് ചെയ്യും. വാമപ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ നല്ലത്. എന്നിട്ടിപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ മടി പിടിക്കണ്ട. അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല, വേണമെങ്കിൽ അറ്റത്തെ എവിടെയെങ്കിലും പിടിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യാന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെച്ച് കിട്ടണമെങ്കിൽ വേണ്ട ഇനി അതിനെ പിന്നേക്ക് ഇങ്ങനെ വലിയണം, അല്ലെങ്കിൽ നമുക്ക് അധികം സ്ട്രെച്ച് കിട്ടില്ല. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇങ്ങനെ അധികം അകന്ന് പോകാണ്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ വെക്കാം. അപ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ മസിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യും. അത്രയും ഭാഗം കിട്ടും. കാലിന്റെ ഡിസ്റ്റൻസ് ഇങ്ങനെ നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നു, ബാലൻസ് അത് വേണമെങ്കിൽ സപ്പോർട്ട് ഒരാളെ പിടിക്കാം. നേരെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ പിടിക്കാം. ജസ്റ്റ് പിടിക്കാം. നമ്മൾ ഹോൾഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ആഡ് ചെയ്യണം. മൂവ്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇൻഡയറക്റ്റ് ആയിട്ട് ഹാംസ്ട്രിങ് സ്ട്രെച്ച് ചെയ്യണം. നമ്മൾ ലാൻഡ് ചെയ്ത കാലിൻ്റെ പിന്നിലത്തെ ഭാഗം സ്ട്രെച്ച് ആണ്. 2 in 1 9 ഇതൊക്കെ ഒരു സ്ട്രെച്ചുകൾ. എത്ര നമ്പർ മാറി മാറി കാണിക്കും. അത് ഇപ്പോൾ ശരിക്കും വാമപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അധികം സ്ട്രെച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യണം എന്നുള്ളതാണ്. വാമപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു 10 to 15 seconds ഒക്കെ സ്ട്രെച്ച് ചെയ്താൽ മതി. അതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്താൽ മസിൽ റിലാക്സ് ആവും. നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകും. നമുക്കിപ്പോൾ ട്രെയിനിങ് ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. എക്സസൈസ് ചെയ്യുന്ന ഇടയിലും നമുക്ക് സ്ട്രെച്ച് ചെയ്യാം. ഓക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രെച്ചുകൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഭാഗം ചെയ്തു. ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നു കഴിക്കും. മെയിനായിട്ട് ഗ്ലൂട്ട്സിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ മടിയൊന്നും ബാലൻസ് കിട്ടുന്നില്ല. അതെ, ബാലൻസ് കിട്ടുന്നില്ല. അപ്പൊ കുറച്ച് മുന്നിലേക്ക് കുഞ്ഞിട്ട് വലിയ ഗുണമില്ല. നമുക്ക് അതത്ര നല്ലതല്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വീഴാൻ പോകും. നമുക്ക് ശരിക്കും നമ്മൾ ഇത് കടന്നിട്ട് നമുക്കിത് ചെയ്യാം. നമ്മൾ ഈ നിവർന്ന് നിന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ മാക്സിമം സ്ട്രെച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാക്കും സ്ട്രെച്ച് ആവുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഇത് ആക്ച്വലി നമുക്ക് ലോവർ ബാക്ക് ഒക്കെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇത് ചെറിയതായിട്ട് പ്രാക്ടീസ് ചെയ്യണം നല്ലതാണ്. കടന്നിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഇനി ട്വിസ്റ്റിംഗ് മോഷൻ കുറേ പേർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോക്ടറും ബാക്ക് പ്രോബ്ലം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ ട്വിസ്റ്റിംഗ് മോഷനുള്ള സ്ട്രെച്ചുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് നമുക്ക് ഞാൻ നിലത്ത് കാണിക്കാം. അതായത് കണ്ട നമ്മൾ കൈ ക്രോസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. നമ്മുടെ ടോപ്സ് ട്വിസ്റ്റ് ചെയ്യണം. നമ്മുടെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിന്നിട്ട് ചെയ്യുമ്പോൾ അത് ഓബ്വിയസ്ലി ബുദ്ധിമുട്ടോ. അപ്പോൾ ബാലൻസ് ഒരു ഇഷ്യൂ ആണ്. നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളത് ഇതിന്റെ അറ്റത്ത് നിന്നിട്ട് വേസ്റ്റ് പൊക്കണ പോലെ നമുക്ക് വീഴാൻ പോകണമെന്നുള്ള ചോദിച്ചാൽ ഇതിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് സ്ട്രെച്ച് വേറെ സ്ട്രെച്ചുകൾ കഴിഞ്ഞു. ഇപ്പോൾ ഹാംസ്ട്രിങ് സ്ട്രെച്ച്, ഇപ്പോൾ കാലിന് ജസ്റ്റ് തുടങ്ങണം. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ ഈസി ആണല്ലോ. മെയിൻ മസിൽസ് ഒക്കെ ഓരോന്നായിട്ട് പോകും. കാല് നമ്മൾ നിർത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ പോകും. എത്ര പറ്റണോ അത്ര തൊട്ടാൽ മതി. പക്ഷെ നമ്മൾ ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സ്ട്രെച്ച് കിട്ടും. അപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചേട്ടൻ ചെയ്ത പോലെ ഭയങ്കര നല്ലതാണ്. നമ്മൾ ഹോൾഡ് ചെയ്താൽ അതിപ്പോൾ എന്താ പറയുക ഡൈനാമിക് സ്ട്രെച്ച് ആവില്ല. ഒരു മൂവ്മെൻ്റ് ആഡ് ചെയ്ത് ഡൈനാമിക് സ്ട്രെച്ച് ചെയ്യും. അത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ഓരോ ഇതിനും വ്യത്യാസമുണ്ട്. മൂവ്മെന്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത് ചെയ്യും. എല്ലാത്തിനും നമുക്ക് ബ്രീത് ശ്രദ്ധിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു. ചേട്ടൻ ഓക്കെ അല്ലേ? ഓക്കെ. അല്ല സൈലന്റ് ആയിട്ട് അത് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിച്ചോളൂ. എന്താ വെച്ചാൽ അത് മറന്നു പോകും. പിന്നെ നമ്മളത് ഒരിക്കലും പഠിക്കില്ല. അപ്പൊ നമുക്ക് വന്ന് ചോദിച്ചോളൂ. ഒരു മടിയും വേണ്ട. എനിക്കിത് പിന്നെ പറഞ്ഞാൽ മതി. ഗ്യാപ്പ് എടുത്ത് പിന്നെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ കാഫ് അതും കൂടി വേണമെങ്കിൽ പഠിക്കും. കുറച്ചുകൂടി ഡീപ്പറായിട്ട് വേണ്ട. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചാൽ ഈ ഭാഗം നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. ഇപ്പൊ പിന്നിലത്തെ കാഫാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യണേ. നമ്മൾ ഇതാക്കണ്ട ഹീല് നിലത്ത് മുട്ടിക്കണു. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ചെയ്ത സ്ട്രെച്ചാണ്. കാല് നിവർത്തി വെച്ച സ്ട്രെച്ചാണ്, ഹീലമർത്തി വെച്ച സ്ട്രെച്ചാണ്. ഇത് നമ്മൾ മൂവ്മെന്റ് ആഡ് ചെയ്യണം. ഇത് വേണമെങ്കിൽ രണ്ട് കാലം നിർത്തി ഒരു ഡൈനാമിക് മൂവ്മെന്റ് ആയി. ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഇത് ആദ്യം ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് പറയാം. അതല്ല നല്ലത്. കാലകത്തി വെക്കണ്ടല്ലോ അല്ലേ, കൂട്ടി വെച്ചിട്ടല്ലേ ചെയ്യാൻ. കാല് സപ്പോർട്ട് ചെയ്തോളൂ. എന്നാലും നമുക്കത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അധികം ഇറക്കി വെക്കണ്ട. വേണമെങ്കിൽ കുറച്ച് കയറ്റി വെച്ചു. നമുക്ക് ഹീല് മുട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഹീല് മുട്ടിക്കാനാണ് സ്ട്രെച്ച് കിട്ടാം. എന്നിട്ട് സ്ട്രൈറ്റ് ആക്കാം അല്ലേ? ബാക്കിൽ വരണ്ടല്ലേ? ബാക്കിൽ സ്ട്രെച്ച് വരില്ലേ? അല്ല അത് രണ്ടും ചെയ്യാം. അത് വൈബോ ഇവർക്ക് കുറച്ച് ഡൗട്ട് ഒന്നുകൂടി കാണിച്ചിട്ട് ബിനോ ഒന്ന് പറഞ്ഞാൽ. കുഴപ്പമില്ല, ഇപ്പൊ കറക്റ്റാണ്. ഇതിപ്പോ കാലങ്ങനെ ഇറക്കി വെച്ച് തിരിച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് സമയങ്ങളാണ് ഇങ്ങനെ മൂവ്മെന്റ് കിട്ടിയാലും കയ്യിൽ നിന്നോളൂ. ഓക്കെയാണ്. അത് കാലം